ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിലെ ജോയിന്റ് കൗൺസിൽ ഭവൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഹാൾ ആർ ബീനമോൾ എംപ്ലോയേഴ്സ് ഹാൾ എന്ന നാമോദയത്തിൽ പുനർനാമീകരണം ചെയ്തു. സ്വാഗത പ്രസംഗം ബിജുമോൻ സമ്മാനിച്ചു. അവിടെ വെച്ച കുറേയേറെ കാര്യങ്ങൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. അവിടെ ബീനാമോളിലെ ഒരു ട്രസ്റ്റ് രൂപീകരണമായ ഒരു പ്രഖ്യാപനം നടത്തി. ആൾ എന്ന് ഇതേപോലെ അറിയപ്പെടുന്നു. സഖാവ് ബീനാമോളുടെ മനസ്സ് ആ ഹൃദയത്തിൽ നമ്മൾ ആ ബീനാമോളുടെ ചിത്രം സൂക്ഷിച്ചു വെച്ച് നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സാഹചര്യം നമുക്ക് ഉണ്ടാകാനുള്ള കാരണം എന്തായാലും നമുക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയത് നമ്മുടെ ആദരണീയനായ ജയചന്ദ്രൻ കല്ലിങ്കലാണ്. ജോയിന്റ് കൗൺസിലിന്റെ നവീകരിച്ച പുതിയ ഹാൾ പുനർനാമകരണം ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സഖാവ് ജയചന്ദ്രൻ കല്ലിങ്കിൽ ഇത്തരത്തിലൊരു പുനർനാമകരണം ഹാളിന്റെ നാമകരണം ഉൾപ്പെടെ ചെയ്യാൻ തീരുമാനിച്ചത് ട്രസ്റ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്പം നമ്മൾ കൂടിയാലോചിച്ചിരുന്നു. നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാൻ ട്രസ്റ്റിന്റെ പ്രസിഡന്റും ജോയിന്റ് കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ട്രസ്റ്റിന്റെ സെക്രട്ടറിയുമായിക്കൊണ്ടുള്ള 9 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചുമതലയും അതിന്റെ ജില്ലയുടെ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പൊതുവായ പ്രത്യേകിച്ച് നമ്മുടെ വനിതാ നേതാക്കന്മാർ 2 പേരുടെ ഉണ്ട്. ഈ ഹാളിൽ തന്നെ ഭൂരിഭാഗവും വനിതകളാണ്. ക്യാമ്പയിൻ നമ്മളിപ്പോൾ നടക്കുന്ന ക്യാമ്പയിൻ കേരള എൻജിയുടെ ക്യാമ്പയിനാണ്. കഴിഞ്ഞ വർഷം 42,000 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 50,000 അടുപ്പിച്ച് മാസിക് ക്യാമ്പയിൻ മാറണം എന്തുകൊണ്ട് തീരുമാനിച്ചത്. അതിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കാഴ്ചവെച്ചത്. നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ ബോർഡുകളിലും എല്ലാം ബീനാമോളുടെ പേര് വീണ്ടും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പേര് നാമകരണം ചെയ്യാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായി തന്നെ ഈ ഹാളിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ് സഖാവ് സുരേഷിൻ്റെ കൂടെ, ബിനിൻ്റെ കൂടെ, ബിജുമോൻ്റെ കൂടെ, സാദിൻ്റെ കൂടെയും നിങ്ങളെല്ലാവരുടെയും കൂടെ, സുധർമ്മയൊക്കെ കൂടെ വലിയൊരു നിര നേതാക്കന്മാർ മുമ്പുണ്ടായിരുന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് സഖാവ് ബീനാമോൾ. മുന്നേറ്റം കേരളത്തിലാകെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് നമ്മൾ നടത്തിയ വനിതാ മുന്നേറ്റ ജാഥ, ഉണർവ് എന്ന പേരിൽ വനിതാ മുന്നേറ്റ ജാഥ, നിങ്ങൾ കുറേ പേരെങ്കിലും അതിനകത്ത് ആ ജാഥയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വലിയ സാംസ്കാരിക പരിപാടിയോടുകൂടി ആ ജാഥ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അത് ഉയർത്തിക്കൊണ്ടുവന്ന് വലിയൊരു ആശയമുണ്ട്. സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടും ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടും പാട്രിയാർക്കിയായ ഒരു സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കുറച്ചുകൂടി എല്ലായിടവും എല്ലാവർക്കും എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ള സന്തോഷവും നമുക്കുണ്ട്. ആദ്യമായി കോട്ട പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള ഒരു അഭിനന്ദനവും അഭിവാദ്യവും കൂടി ഈ ബീനാമോളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ നിങ്ങളോട് അതെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. ഇന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സംസ്ഥാന ശിശു വനിതാ ക്ഷേമ വകുപ്പ്, മാതൃ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും കൂടി ഒരു വലിയ ശില്പശാല തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും നടത്താൻ തീരുമാനിച്ചത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ വിജയൻ, തൊടുപുഴയിൽ നിന്നും.